രാഷ്ട്രീയ ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ് തിരുവനന്തപുരം വഴുതക്കാട്ടെ രമേശ് ചെന്നിത്തലയുടെ വീട്. മന്ത്രിസഭാ പ്രവേശനത്തിൽ തീരുമാനമെടുത്തില്ലെങ്കിലും ഒപ്പമുള്ളവരെ മന്ത്രിയാക്കണമെന്ന ആവശ്യത്തിൽ ചെന്നിത്തല ഉറച്ചു നിൽക്കുകയാണ്. താൻ ആഭ്യന്തരത്തിനായി വിലപേശുന്നുവെന്ന റിപ്പോർട്ടിലും ചെന്നിത്തലയ്ക്ക് വലിയ അമർഷമുണ്ട്. രാവിലെ മുതൽ തന്നെ പല നേതാക്കളും MLA-മാരും ചെന്നിത്തലയെ സന്ദർശിക്കുന്നുണ്ട്. ചെന്നിത്തലയുടെ വഴുതക്കാട്ടെ വസതിയിൽ നിന്നും കണ്ണൻ ദേവ് ചേരുകയാണ്. കണ്ണൻ, എന്താണ് ചെന്നിത്തലയുടെ വീട്ടിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? രാവിലെ മുതൽ പല നേതാക്കളും വരുന്നുണ്ട്, ചെന്നിത്തലയുമായി സംസാരിക്കുന്നുണ്ട്. ചെന്നിത്തലയ്ക്ക് വേണ്ടി പല കാര്യങ്ങളും പറയാൻ KC ക്യാമ്പിലേക്ക് പല കക്ഷികളും പോകുന്നുണ്ട്. ഇതൊക്കെ രാഷ്ട്രീയ കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിലവിലൊരു സാഹചര്യം എങ്ങനെയാണ്? ചെന്നിത്തല എന്തെങ്കിലും മാധ്യമങ്ങളോട് പറയാൻ തയ്യാറായോ ഇന്നത്തെ ദിവസം? മായ, ഇന്നും ഈ രാഷ്ട്രീയ കേരളത്തിലെ ശ്രദ്ധാകേന്ദ്രമായി മാറുകയാണ് ചെന്നിത്തലയുടെ വീട്. വളരെ നിർണായകമാണ് ചെന്നിത്തലയുടെ നിലപാടുകൾ. കഴിഞ്ഞ ദിവസം ഇത് ഒരു മഞ്ഞുരുകി എന്ന് കരുതിയെങ്കിലും പിന്നെ ഇന്ന് രാവിലെ ഇപ്പോൾ വീണ്ടും അദ്ദേഹം തൻ്റെ നിലപാടുകൾ കൂടുതൽ കടുപ്പിക്കുകയാണ്. ഒരു മന്ത്രിസ്ഥാനം അല്ലെന്നുണ്ടെങ്കിൽ തൻ്റെ കൂടെയുള്ളവർക്ക് മന്ത്രിസ്ഥാനം നൽകണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ആവശ്യം. തൻ്റെ കൂടെ നിന്നു എന്ന് കരുതി മറ്റു ഉള്ള MLA-മാരെ തഴയാൻ പാടില്ല. അവർക്ക് 4 തവണയിൽ കൂടുതൽ പ്രാവശ്യം MLA-മാരായ ആളുകൾ തൻ്റെ ഒപ്പമുണ്ട്. അവരെ ഒന്നും തഴയാൻ പാടില്ല. തൻ്റെ കൂടെ നിന്നു എന്നൊരു കാരണം കൊണ്ട് മാത്രം അങ്ങനെ തഴയാൻ പാടില്ല. തനിക്ക് മന്ത്രിസ്ഥാനം തന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്ന തരത്തിലേക്കാണ് ഇപ്പോൾ അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത്. പക്ഷേ RC പക്ഷം പറയുന്നത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ആഭ്യന്തരം പോലൊരു വകുപ്പ് എന്തായാലും അദ്ദേഹത്തിനും നൽകണം. മാത്രമല്ല ഈ കൂടെ ഉള്ളവരെയും ഏതെങ്കിലും വകുപ്പുകളിലേക്ക് കൊണ്ടുവരണം. ഈ കോൺഗ്രസ് പ്രധാനമായും ഒരു ഫോർമുലയൊക്കെ വെച്ച് ഇത്തരത്തിൽ ഘടകകക്ഷികൾക്കുൾപ്പെടെ സീറ്റുകൾ ഈ മന്ത്രിസ്ഥാനം ഉൾപ്പെടെ വിഭജിക്കുമ്പോഴാണ് ഇത്തരത്തിൽ RC വിഭാഗത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ മന്ത്രിസ്ഥാനം ഉൾപ്പെടെ ചോദിക്കുന്നത്. എന്തായാലും അതിൽ എന്ത് തീരുമാനം എടുക്കും, അതിൽ എന്താണ് ഇനിയിപ്പോൾ തീരുമാനം ഉണ്ടാവുക എന്ന കാര്യമൊക്കെ വരും മണിക്കൂറുകൾ എന്തായാലും അറിയാം. ഉടൻ തന്നെ ഇത്തരത്തിൽ രമേശ് ചെന്നിത്തലയെ സന്ദർശിക്കാനായിട്ട് KC വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് എത്തും എന്നൊരു സൂചന ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അദ്ദേഹവും എത്തി എന്തായിരിക്കും പറയുക? നമുക്കറിയാം ഈ രമേശ് ചെന്നിത്തലയെ പോലെ തന്നെ മന്ത്രിസ്ഥാനത്ത് നിന്ന് തഴയപ്പെട്ട ആളാണ് വേണുഗോപാൽ. അവർക്ക് ഇരുവർക്കും ഉണ്ടായിരിക്കുന്ന ഒരേ ഒരു കാര്യമാണ്, രണ്ടുപേരെയും തഴയപ്പെട്ടു. എന്നാൽ തങ്ങൾക്ക് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ മന്ത്രിസഭയിൽ ഉണ്ടാകണം. തങ്ങളെ പിന്തുണയ്ക്കുന്നവർക്ക് കൃത്യമായി മന്ത്രിസ്ഥാനം ഉൾപ്പെടെ മറ്റ് പദവികൾ നൽകണം എന്ന ആവശ്യമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇന്നിപ്പോൾ രാവിലെ മുതൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ ഈ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക് നിരവധി പ്രവർത്തകരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല MLA-മാരടക്കം ജ്യോതികുമാർ ചാമക്കാലയും അബിൻ വർക്കിയും അടക്കം ഉള്ള MLA-മാരടക്കം ഇവിടെയും എത്തുന്നുണ്ട്. ഇവിടെയും എത്തി ഇദ്ദേഹവുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്, ചർച്ചകൾ നടത്തുന്നുണ്ട്. അവരെ ഉൾപ്പെടെ വെച്ചിട്ടാണ് രമേശ് ചെന്നിത്തല ഇത്തരത്തിൽ ഒരു നീക്കുപോക്കുകൾ നടത്തുന്നത്. മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ ആഭ്യന്തര വകുപ്പിനെ സംബന്ധിച്ച് ഇങ്ങനെ ചോദിക്കുന്ന എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നതിലും രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു അമർഷമുണ്ട്. താൻ അത്തരത്തിൽ ആഭ്യന്തര വകുപ്പ് ചോദിച്ചു വിലപേശുന്നു എന്ന തരത്തിലേക്ക് വരുന്ന വാർത്തകൾ അദ്ദേഹത്തിന് അമർഷമുണ്ട് എന്നാണ് രാവിലത്തെ ചില പ്രതികരണങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ തങ്ങൾക്കൊപ്പമുള്ളവർക്കും ഇത്തരത്തിൽ മന്ത്രിസ്ഥാനം നൽകണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കടുംപിടുത്തത്തിൽ തന്നെയാണ് രമേശ് ചെന്നിത്തല ഇപ്പോൾ ഉള്ളത്. മായ, കണ്ണൻ, ഈ KCയുടെ ഒരു വരവ് അത് ഉറ്റുനോക്കുന്നുണ്ട് എല്ലാവരും. അത് ഉടൻ പ്രതീക്ഷിക്കാമോ ചെന്നിത്തലയുടെ വീട്ടിലേക്ക്? അതെ, തീർച്ചയായും അത് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം തന്നെയാണ്. KC വേണുഗോപാൽ രമേശ് ചെന്നിത്തലയെ സന്ദർശിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ രമേശ് ചെന്നിത്തലയെ സന്ദർശിക്കാൻ അദ്ദേഹം എത്തുമെന്ന് കരുതിയിരുന്നെങ്കിലും അത് ഉണ്ടായില്ല. അത് ഇന്നിപ്പോൾ അദ്ദേഹം ഇവിടേക്ക് എത്തുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയെങ്കിൽ ഇവർ തമ്മിൽ ഉണ്ടാകുന്ന ചർച്ചകൾ ഇത്തരത്തിൽ ഇരുവർക്കും ആവശ്യപ്പെടുന്ന സീറ്റുകൾ, മന്ത്രിസ്ഥാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ തമ്മിലൊരു ചർച്ചയുണ്ടാകും. അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തായാലും AICC അടക്കം അറിയിക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു നീക്കുപോക്കുകൾ എന്തായാലും ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരിക്കും. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഒരു പ്രതികരണം എന്തായാലും ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. മായ, കണ്ണൻ ദേവാണ് രമേശ് ചെന്നിത്തലയുടെ വഴുതക്കാട്ടെ വീട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.